കാരണം ഈ വർഷത്തെ ഗാന്ധി ജയന്തിയും കുട്ടികളിൽ വെച്ച് ആചരിക്കേണ്ട അവസ്ഥയാണല്ലോ. അവര് ശുചീകരണ പ്രവർത്തനങ്ങൾ ഞാൻ തയ്യാറെടുക്കുകയായിരിക്കുമല്ലേ. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ ജന്മദിനത്തിൽ നമുക്ക് ഇതിന്റെ ബ്രഷ് നിർമ്മിച്ചാലോ? നമുക്ക് തുടങ്ങാം. ബാപ്പുജിയുടെ ഔട്ട്ലൈൻ ചാർട്ട് പേപ്പറിൽ വരയ്ക്കാം. ബ്ലാക്ക് ഷീറ്റും ഒട്ടിക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചാർട്ട് പേപ്പറും ബ്ലൂ ഡ്രസ്സിംഗ് പേപ്പറും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് പേപ്പറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു നല്ല വ്യായാമം കൂടിയാണ് കൊളേജ് നിർമ്മാണം. വിരലുകളുടെ അസ്ഥികൾക്കും പേശികൾക്കും നല്ല ഉറപ്പ് നൽകാൻ ഇത് സഹായിക്കും. കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ ഉപകരിക്കും എന്ന് പറയപ്പെടുന്നു. നമുക്ക് കണ്ണടക്കാരി കൂടി ഉറപ്പിക്കാം. ബോഡിയിൽ എത്തിച്ചതോടെ നമ്മുടെ ബാപ്പുജിയുടെ ബ്രഷ് റെഡിയായി. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം ഫോട്ടോകൾ കളക്ഷനിലുണ്ട്. പ്രകാശം ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ പ്രദർശനം വീട്ടിലടിക്കാലോ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എന്റെയും ബർത്ത്ഡേ അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത്
ഭാരതനാട്, ഇത് ഭാരതനാട്. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്. നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്. നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ആയിരം ആയിരം ദേശസ്നേഹികൾ രക്തം ചിന്തിയ നാട്. ആയിരം ആയിരം ദേശസ്നേഹികൾ രക്തം ചിന്തിയ നാട്. കാശ്മീർ, ആസാം, പഞ്ചാബ് എല്ലാം ഒരൊറ്റ ഭാരത രക്തം. കാശ്മീർ, ആസാം, പഞ്ചാബ് എല്ലാം ഒരൊറ്റ ഭാരത രക്തം. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്. നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം. ഒറ്റക്കെട്ടായി പൊരുതാമെങ്കിൽ സാമ്രാജ്യത്വം വിഘടനവാദം. എല്ലാം തോക്കും നമ്മുടെ മണ്ണിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. എല്ലാം തോൽക്കും നമ്മുടെ മണ്ണിൽ, നമ്മുടെ സ്വതന്ത്ര ഭാരത മണ്ണിൽ. ഞാൻ പിറന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്. നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. എല്ലാവരും ഇതേ രീതിയിൽ കൊളേജ് നിർമ്മിക്കുമല്ലോ. അതിജയന്തിയുടെ ഭാഗമായി ഞാൻ നടത്തിയ ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.